ഹലോ എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം. ഇന്ന് ഞങ്ങളുള്ളത് ദോഹയിലെ മുഷേരിഫ് ഡൗൺ ടൗണിലാണ്. ഇവിടെ ഒരു ടെക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതെ, നമുക്ക് പുറകെ കാണുന്ന ഒരു ഡൗൺ ടൗൺ ടെക് എന്നൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഒരു സിമ്പിൾ സ്മോൾ എക്സ്പോ എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ഒരു മെയിനായിട്ട് ഈ എക്സ്പോയിൽ കാണിക്കുന്നത് കുറച്ച് ടെക്നോളജി വൈസ് ആയിട്ടുള്ള കുറച്ച് കാറുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് ഒരു പുതിയൊരു ഇന്നോവേഷൻ ആണ്. ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഗീലിയുടെ സബ്സിഡറി ബ്രാൻഡായ സീക്കർ എന്ന കാറ് അവര് രണ്ട് കാർ ഒഫീഷ്യലി ഖത്തറിൽ ലോഞ്ച് ചെയ്യണം. അപ്പൊ ആ ഒഫീഷ്യൽ ലോഞ്ചിന് നമുക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വി ആർ ഹാപ്പി ടു സേ ഇവിടുത്തെ മോഡൽ എന്ന് പറയുന്നത് എക്സും രണ്ട് മോഡലാണ്. രണ്ട് ഇലക്ട്രിക് കാർസ് ആണ്. ഈ രണ്ട് മോഡലിന്റെ ആണ് ഇവർ ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ അവർ പിന്നെ ചെയ്യാൻ വേണ്ടി അവരുടെ കാർ നമുക്ക് പിന്നെ തരും. ഇപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പോയിൽ വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ അവരുടെ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്ന ഒരു ഇവന്റ് ആണ്. അതോടൊപ്പം തന്നെ ടെസ്ലയും ഇവിടെ സൈബർ ടെക് ഓൾസോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലെയ്ഡ് നമ്മൾ ഓൾറെഡി പ്ലെയ്ഡ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കാം. അപ്പോൾ എനിവേ നമ്മളെ അപ്പൊ അതാണ് ഇന്നത്തെ ഇവന്റ് മെയിൻ. അപ്പൊ ഇതിനകത്ത് ഒരു കാരണം എടുത്തു പറയാൻ ലക്വിയുടെ സൈബർ ട്രക്ക് ഇതിനകത്തുണ്ട്. ലക്വിയുടെ സൈബർ ട്രക്ക് റെഡ് കളർ സൈബർ ട്രക്ക് ഉണ്ട്. അതുപോലെ തന്നെ ടെസ്ലയുടെ ഓൺ സൈബർ ട്രക്ക് മീൻസ് അതെ നമ്മളെ ഖത്തറിൽ നമ്മൾ ചിരിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ടെസ്ലയുടെ 4 ലൈനപ്പിലുള്ള കാറുണ്ട്. നമ്മൾ അതൊക്കെയാണ് ഈ സ്മോൾ ഡൗൺ ടൗൺ ടെക് ഫെസ്റ്റിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സീക്കർ എന്ന ബ്രാൻഡ് നമുക്ക് പരിചയപ്പെടുത്താം. ഇന്ന് ഇവന്റ് നടക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇന്നും നാളെയാണ് ഇവന്റ് നടക്കുന്നത്. 4 PM to 10 PM ആണ്. ഒഫീഷ്യൽ ലോഞ്ച് എനിക്ക് ജസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കാർ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാറിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആസ് മുസമ്മിൽ പറഞ്ഞോട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങള് എക്സിന്റെ അടുത്ത് വന്നു. സീക്കർ എക്സിന്റെ അടുത്ത് വന്നു. ഈ സീക്കർ എക്സ് BXEB ഹാച്ച് ബാക്ക് ഓൾ വീൽ ഡ്രൈവ് കാറാണത്. ഇതിന്റെ സ്പെക്കിനകത്ത് കാണാൻ പറ്റും. ഇതിന്റെ ഇലക്ട്രിക് കാറാണ്. നമ്മൾ പറഞ്ഞോട്ട് 17 kWh പെർ കിലോമീറ്റർ ആണ്, പെർ 100 കിലോമീറ്റർ ആണ് ഈ കാറിന്റെ കൺസംപ്ഷൻ. അതെ, അതിന്റെ ഇതൊരു ഇവിടുത്തെ ഒരു എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഓപ്പണിംഗ് നമ്മൾ തുറന്നു നോക്കാം. വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിങ്ങനെ ഇതിനെന്തോ ഒരു പേര് പറയുമല്ലോ, ഇതിന്റെ ഈ ഒരു ടൈപ്പിലൊരു ഇത് ഷീൽഡ് ഇല്ലാത്ത ഗ്ലാസ്, അതിന് സ്പെസിഫിക് നെയിം ഉണ്ട്. അത് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഒരു ഉൾഭാഗത്തെ ഒരു അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. നമ്മുടെ ടെസ്ലയ്ക്കുള്ളിലുള്ള സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉള്ളത് കുറച്ചും കൂടെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവിടെ ഒരു ലൈറ്റ് പാനൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ LED പാനൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവറോൾ ഒരു ടച്ച് ഭയങ്കര ഒരു പ്രീമിയം പോലെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇനി ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ അതിന്റെ ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ കാർ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്, ചാർജിങ്ങിലാണ് ഈ കാർ. അപ്പോൾ നമ്മൾ ടെസ്ലയിൽ ഒരു വെറൈറ്റി ടൈപ്പുള്ള ഒരു പ്ലഗ് ഇൻ ആണ്. ഇത് വേറെ ടൈപ്പാണ്. ഇത് സൺറൂഫ് ഉണ്ട്. പനോരമിക് ഫുള്ളി ഇതല്ല, നമ്മുടെ ടെസ്ല പോലല്ല, എന്നാലും സൺറൂഫ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കാറിനെ പറ്റി ഒരു ആധികാരികമായി സംസാരിക്കണമെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്ത് കിട്ടിയാൽ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒഫീഷ്യലി കാർ ഇന്ന് കാണുന്നേ ഉള്ളൂ. അതിന്റെ ചാർജിങ് ടെസ്ല വാൾ കൂട്ട് ഒരു ചെറിയ ഒരു ചാർജിങ് പോർട്ടാണ് വണ്ടി കൊടുത്തത്. ഇതൊരു ഹാച്ച് ബാക്ക് കാറാണ്. ബാക്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ കത്തുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ സീക്കർ ചെയ്തിട്ടുണ്ട്. സീക്കറിന്റെ മോഡൽ എക്സ് വന്നിട്ടുണ്ട്. പിന്നെ അലോയിലൊക്കെ നല്ല ഒരു ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു മുസമ്മിൽ ഇതൊരു 17 അല്ല 18 ഇഞ്ച് അലോയ് വീൽസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ഷോക്കേസ് ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതെ, ഫുള്ള് LED ഹെഡ് ലാമ്പ്. എനിക്ക് ഒരു ഫോക്കസ് ചെയ്യുന്നത് ഇത് അറബ് മീൻസ് ഖത്തറി ആൾക്കാർക്കും അതുപോലെ തന്നെ ഒരു മീൻസ് ആ ഒരു പ്രീമിയം സ്റ്റൈലിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ഫീൽ ഗുഡ്. പിന്നെ ഓബിയസ്ലി എല്ലാവരും ഇലക്ട്രിക് കാർ എന്തിനാണ് മേടിക്കുന്നത്? നമ്മൾ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മളിനി എക്സിന് നമുക്ക് 001 അതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 001 നമ്മൾ പീഷോട്ട് ഇതുപോലെ ചെയ്തപ്പോഴത്തേക്കും ഞാനിങ്ങനെ കണ്ടായിരുന്നു. അതായത് 408, 507 അങ്ങനെയൊക്കെ പീഷോട്ടിന്റെ ഇത് കണ്ടായിരുന്നു. ഇത് 001 എന്നാണ് ഈ മോഡൽ. സ്പോർട്ടി ഫീലാണ് നമുക്ക് നൽകുന്നത്, സ്പോർട്ടി ലുക്ക്. സത്യം പറഞ്ഞാൽ ഇതൊരു ഓറഞ്ച് തീം ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കളർ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ
പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മ ലെവലൊരു ഞാൻ ഇതുവരെ കാണാത്ത ഒരു കാറിൽ കണ്ട ഒരു സംഭവം ഈ കാറിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ആ സൈഡ് പോകുമ്പോൾ കാണാം. ഭയങ്കര ഒരു ഈ കപ്പ് ഹോൾഡർ ഒക്കെ കൊടുത്തേക്കുന്നത് ഭയങ്കര ഒരു പ്രീമിയം ഫീലോട് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു കോക്പിറ്റ് ഫീൽ ഉണ്ടല്ലേ അതിനകത്ത്. അതുപോലെ തന്നെ ഈ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തേക്കുന്നുണ്ടോ, ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു നമ്മളുടെ 17 ഇഞ്ചോളം ഉണ്ടാവും തോന്നുന്നു, മേ ബി കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തേക്കുന്ന ആയിക്കോട്ടെ ഭയങ്കര സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സൺറൂഫ് ഓൾറെഡി മേ ബി ഉണ്ട്. ഇതുണ്ട് ഈ ഡോറിലൊക്കെ ഉള്ള ഈ ഒരു ലൈറ്റിംഗ് കൊടുത്തേക്കുന്നതും. ഇതുണ്ടോ യമഹയുടെ സ്പീക്കർ ഉണ്ടോ? ഗുഡ്, യമഹയുടെ സ്പീക്കറാണ്. ഞാൻ ആദ്യമായിട്ട് യമഹയുടെ സ്പീക്കർ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഹാൻഡ് പെഡൽ എനിക്ക് തോന്നുന്നു ഇത് അകത്തേക്ക് കയറും, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അകത്തേക്ക് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് എന്തായാലും ചെയ്യണം അല്ലേ. ഇതിൽ മുസമ്മിൽ ഞാൻ ആ സൈഡ് വേറെ വണ്ടിക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുവരെ ആ കാറിൽ ഇത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫംഗ്ഷൻ കാണുന്നത്. അതായത് നമുക്ക് പുറകിൽ ഇരുന്നുകൊണ്ട് ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണല്ലേ പുറകിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചറിന് കണ്ടാ ഇത് പ്രസ് ചെയ്യുമ്പോൾ പാസഞ്ചർ സീറ്റ് മുന്നോട്ടാവും പിന്നോട്ടാവും. അടിപൊളി അല്ലേ അത്. ഓക്കെ, ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാക്കില് അതൊരു എന്താണ് പുതിയൊരു ഇന്നോവേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഞാൻ ആദ്യം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആ AC-യുടെ ഇത് കൊടുത്തേക്കുന്നുണ്ട് അവര്. AC വെൻസ് ഒക്കെ നൈസാണ്. ഒരു ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ടൈ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ടൈ സപ്പോർട്ട് ഓക്കെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ്. നൈസാണ്. ഒരു പാനറോമിക് സൺറൂഫ് ആണ്. ഓവറോൾ ഇലക്ട്രിക് കാർസ് ആണ്. നമുക്ക് ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നുണ്ടോ ഈ സീക്കർ എന്ന് പറയുന്നത്? ഇതിനൊരു ചാർജിങ് പോർട്ട് വരുന്നല്ല നമ്മുടെ ടെസ്റ്റിലോട്ട്. എനിവേ എന്താണെങ്കിലും ഒരു എക്സ്പീരിയൻസ്. ബാക്കിലത്തെ വ്യൂ ആണല്ലേ ഒരു നൈസ് വ്യൂ ആണ്. ഇതിന്റെ ഒരു ലുക്ക് ആണ് നമ്മൾ ഡേ ടൈമിൽ വരണം. നമുക്ക് ഡേ ടൈമിൽ വന്ന് ചെയ്ത് നോക്കണം എന്താണെങ്കിലും. അപ്പോൾ ഇവന്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് ഇവിടെ എല്ലാം വന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ അതായത് 001-ഉം X-ഉം നമ്മൾ കാണിച്ചു തന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ഇടുന്നതാണ്. പിന്നെ എന്താണെങ്കിലും നമുക്ക് ഇത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, തീർച്ചയായും. നമുക്ക് നമ്മുടെ ഇൻവിറ്റേഷൻ കിട്ടിയ വലിയ കാര്യമാണ്. സോ ഹോപ്പ്ഫുള്ളി വി വിൽ ഗെറ്റ് മോർ ഇൻവിറ്റേഷൻ. നമ്മൾ ഇനി ഈ കാറിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. എനിക്കൊരു സീക്കർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇനിയും പുതിയ ഇലക്ട്രിക് കാർസും ഖത്തറിൽ വരുന്നുണ്ട്. സോ വി വിൽ ഷോക്കേസ് ഓൾ ദോസ് കാർസ് ഇൻഷാല്ലാ. എനിവേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളും തുടക്കക്കാരാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ ഞങ്ങളത് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളത് അതിൽ മെൻഷൻ ചെയ്യണം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനായിട്ട്. എനിവേ ബൈ ഗൈസ്.